എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വീണ്ടും ക്ലാസ് തുടങ്ങുകയാണ്. ഇന്ന് നമുക്ക് വായിക്കാനുള്ളത് സ്കന്ധം 4-ലെ 7-മത്തെ അധ്യായമാണ്. നമുക്ക് വായിക്കാം. ഓം വിഘ്നേശ്വരായ നമ. ഓം സരസ്വതിയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം അമൃതേശ്വരിയേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ദ്രോവാച ഇതമപ്യച്യുത വിശ്വപാവനം വപുരാനന്ദകരം മനോദൃശാം സുരവിദ്വേഷപണൈരുദായുധൈർഭുജദണ്ഡൈരുപവന്നമഷ്ടഭിः പത്ന്യാവോജോ യജ്ഞോയം തവയജനായകേന സൃഷ്ടോ വിതുസ്തപശുപതിന്നാദ്യദക്ഷഗോപാദ തം നസ്ത്വം ശയനാപശാന്തമേദം യജ്ഞാത്മനളിനരുജാം ദൃശാം പുനീഹീം ഋഷയാവോജോ അനന്യുതം ദേ ഭഗവൻ വിജേഷ്ഠിതം യദാത്മനാം ജരസിഃ കർമ്മനാദ്യസേം വിഭൂതയേം യദ ഉപസേഷുരീശ്വരീം ന മന്യതേ സ്വയമനുവർത്തതീം ഭവാൻ സിദ്ധാവോജോം അയം ത്വത്കഥാമൃഷ്ടപീയൂഷനദ്യാം മനോവാരണക്ലേശദാവഗ്നിദഗ്ധഹാം തൃഷാർത്തോ അവഗാഢോ ന സംസ്മാരഭാവം ന നിഷ്ക്രാമതി ബ്രഹ്മസമ്പന്യവന്നഹാം യജമാനവാചാം സ്വഗതം ദേം പ്രസീദേശ തുഭ്യം നമഹാം ശ്രീനിവാസ ശ്രിയാം കാന്തയാം ത്രാഹിനഹാം ത്വമൃതേദീശം നാം അംഗൈർമഗശോഭദേം ശീർഷഹീനകബന്ധോം യദാം പുരുഷഹാം ലോകപാലാവോജോം ദൃഷ്ട കിം നോ ദൃഗ്ഭിരസ്തദ്ഗ്രഹൈസ്ത്വം പ്രത്യഗ്ദ്രഷ്ടാം ദൃശ്യതേം യേന ദൃശ്യം മായാഹേഷാം ഭവദീയാം ഹി ഭൂമൻ യസ്ത്വം ഷഷ്ടപഞ്ചഭിർഭാസി ബൗദ്ധൈഃ യോഗേശ്വരാവോജോ പ്രേയാം നദേ അന്യോസ്ത്യമുദസ്ത്വയി പ്രഭോം വിശ്വാത്മനീക്ഷേണ പൃഥഗ്യാത്മനഃ അതാ വിഭക്തേ ശതയോപദാവതാം അനന്യവൃത്യാനുഗൃഹാണ വത്സലഹാം ജഗദ്ദുൽഭവസ്ഥിതിലയേഷു ദൈവതോ ബഹുവിദ്യമാനഗുണയാത്മമായയാം രചിതാത്മഭേദമതയേം സ്വസംസ്ഥയാം വിനിവർത്തിത ഭ്രമഗുണാത്മനേ നമഃ. ബ്രഹ്മോവാചാം നമസ്തേം ശ്രിതസത്വായ ധർമാദീനാം ജസൂദയേം നിർഗുണായ ജയത്കഷ്ടാം നാഹം വേദാപരേഭിജാം അഗ്നിരുവാചാം യത്തേജസാഹം സുസമിദ്ധതേജാം ഹവ്യം വഹേം സദ്ധരാജ്യസിക്തം തം യജ്ഞിയം പഞ്ചവിധം ച പഞ്ചഭീം സൃഷ്ടം യജുർഭിപ്രണതോസ്മി യജ്ഞം ദേവാവോജും പുരാകൽപാവായേം സുഹൃതമുദരീകൃതവികൃതം ത്വമേവാദ്യസ്തസ്മിൻ സലില ഉരഗേന്ദ്രാദിശയനേം പുമാൻ ശേഷേ സിദ്ധേർഹൃദി വിമൃശിതാധ്യാത്മപദവീം സ ഏവാധ്യാശ്നോര്യാം പതിം ചരസീം വൃഥാന്നിവസിന്നഃ. ഗന്ധർവാവോജോം ആശാംശാസ്തേം ദേവമരീച്യാദയേദേം ബ്രഹ്മേന്ദ്രാദ്യാം ദേവഗണാം രുദ്രപുരോഗാഹാം ക്രീഡാഭാണ്ഡം വിശ്വമിദം യസ്യ വിഭൂമൻ തസ്മൈ നിത്യം നാദ നമസ്തേ കരവാമഹ. വിദ്യാധരാവോജോം ത്വന്മായയാർത്ഥമഭിപദ്യ കളേബരേऽസ്മിൻ കൃത്വാ മമാഹമിതി ദുർമതിരുത്പദൈ സ്വൈഹ ക്ഷിപ്തോഭ്യസദ്വിഷയലാലസാമാത്മമോഹം യൂഷ്മത്കഥാമൃതനിഷേവക ഉദ്യുതസ്യേത്. ബ്രാഹ്മണാവോജോം ത്വം ക്രതുസ്ത്വം ഹവിസ്ത്വം ഹുദാശ സ്വയം ത്വം ഹി മന്ത്രഃ സമിദ്ധർപ്പപാത്രാണി ജാം ത്വം സദസ്യർത്തുജോ ദമ്പതീം ദേവതാം അഗ്നിഹോത്രം സ്വദാം സോമാജ്യം പശും ത്വം പുരാഗാം രസായാം മഹാസൂകരോ ദംശ്രയാം പത്മിനീം വാരണേന്ദ്രോം യദാം സ്തൂയമാനോന്നതം ലീലയാം യോഗിഭിർ വിജുഹാർത്തത്രയീ ഗാത്ര യജ്ഞക്രതോം സപ്രസീദ ത്വമസ്മാകമാകാംക്ഷതാം ദർശനം ദേം പരിഭ്രഷ്ട സത്കർമ്മണാം കീർത്യമാനേ നൃഭിർനാംനി യജ്ഞേശദേം യജ്ഞവിഘ്നാക്ഷയം യാന്തി തസ്മൈ നമഃ. മൈത്രേയോവാച ഇതി ദക്ഷകവിര്യജ്ഞം ഭദ്രരുദ്രാവമർശിതം കീർത്യമാനേ ഋഷികേശേ സംനിന്യേ യജ്ഞവാവനേ ഭഗവാൻ സ്വേന ഭാഗ്യേനാം സർവാത്മാം സർവഭാഗഭോഗ് ദക്ഷം ബഭാഷാഭാഷ്യാം പ്രിയമാണ ഇവാനഗാം. ശ്രീഭഗവാനുവാചാം
അഹം ബ്രഹ്മാജ സർവശ്ച ജഗത കാരണം വരം ആത്മേശ്വര ഉപദ്രഷ്ടാം സ്വയം മൃഗവിശേഷണഃ ആത്മമായാം സമാവിശ്യ സോഹം ഗുണമയീം ദ്വിജാം സൃജൻ രക്ഷൻ ഹരൻ വിശ്വം ദദ്രേ സംജ്ഞാം ക്രിയോജിതാം തസ്മിൻ ബ്രഹ്മണ്യദ്വിതീയം കേവലീം പരമാത്മനീം ബ്രഹ്മരുദ്രൗജബോധാനീം വേദനാത്മനോനുപശ്യതീം യഥാ പുമാന്നസോങ്കേഷും ശിരപാണ്യാദിഷു ക്വചിത് പാരക്യബുദ്ധിം കുരുതേ ഏവം ഭൂതേഷു മത്പരഃ ത്രയാണാമേകഭാവാനാം യോ ന പശ്യതി വൈവിധാം സർവബോധാത്മനാം ബ്രഹ്മൻ സശാന്തിമധിഗച്ഛതി. മൈത്രേയോവാച ഏവം ഭഗവതാദിഷ്ട പ്രജാപതിപതിർഹരിം അർച്ചിത്വാ ക്രതുനാ സ്വേന ദേവാനുഭയതോ യജത് രുദ്രം ജസ്വേന ഭാഗേന ഹ്യുപാദാവത്സമഹാമിതഃ കർമ്മണോദവസാനേന സോമവാനിധരാനഭീം ഉദവസ്യ സഹത്വഗ്ഭീം സ്നാവാമൃതം തദഹാം തസ്മാം അഭ്യനുഭാവേന സ്വേനൈവാവാപ്തരാധസേ ധർമ്മ ഏവ മതിം ദത്വാം ത്രിദശാംസ്തേ ദിവം യയോം ഏവം ദാക്ഷായണീം ഹിത്വാം സതീം പൂർവകളേബരം ജജ്ഞേ ഹിമവദക്ഷേത്രേ മേനായാമിതി ശുശ്രുമഹാം തമേവ ദൈതം ഭൂയ ആവൃങ്ക്തേ പതിമംബികാം അനന്യഭാവേ ഗഗതിം ശക്തി സുപ്തേവ പൗരുഷം ഏതൽ ഭഗവത ശംഭോ കർമ്മദക്ഷാദുരദ്രുഹഃ ശ്രുതം ഭാഗവതാം ശിഷ്യാദുദ്ധവാൻ മേ ബൃഹസ്പദേഹ ഇദം പവിത്രം പരമേശചേഷ്ടിതം യശസ്യമായുഷ്യമഗൗഹർഷണം യോ നിത്യദാകർണ്യ നരോനുകീർത്തയേത് ദുനോത്യകം കൗരവഭക്തിഭാവദഃ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ചതുർത്ഥസ്കന്ധേ ദക്ഷയജ്ഞസന്ധാനം നാമ സപ്തമോധ്യായഃ. ഓം തത്സത്. ഇനി നമുക്ക് ഇതുവരെ വായിച്ചതിൻ്റെ അർത്ഥം നോക്കാം. അപ്പോൾ നമ്മൾ എവിടെയാണ് നിർത്തിയത്? ദക്ഷൻ്റെ യാഗം നല്ല പരിപൂർണ സമാപ്തത്തിലെത്തി, നന്നായിട്ട് എല്ലാ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായപ്പോൾ എല്ലാവരും സ്തുതിക്കുന്നതാണ്. ഇന്ദ്രൻ സ്തുതിക്കുന്നു, അവരുടെ പത്നിമാര്, മഹർഷിമാര്, ഋഷിമാര്, സിദ്ധന്മാര്, അതുപോലെ അഗ്നി, മനുഷ്യര്, ദേവന്മാര്, അങ്ങനെ എല്ലാവരും സ്തുതി ചെയ്തപ്പോൾ എന്താണ് പറഞ്ഞത്? ഇവിടെ ദക്ഷൻ്റെ നമ്മൾ ഈശ്വരന് വേണ്ടി യാഗം ചെയ്തു അല്ലേ? യാഗം ചെയ്യുക, എല്ലാം നമ്മൾ ചെയ്യുന്നതൊക്കെ, നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുകുന്നത്, വ്രതം എടുക്കുന്നത്, അതുപോലെ ഇതൊക്കെ നമ്മൾ യജ്ഞം അല്ലെങ്കിൽ യാഗം തന്നെയാണ് പറയുക ഇതിനൊക്കെ. പക്ഷെ യാഗം, പൂജ അത് വേറെ. ചെറുതായിട്ടുള്ള യജ്ഞങ്ങൾ തന്നെയാണ് നമ്മൾ നാമജപം ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഭാഗവതം മുഴുവൻ വായിക്കുന്നു, നമ്മളൊരു യജ്ഞത്തിലെടുക്കും. നമ്മൾ ഇത്ര ദിവസം കൊണ്ട് ഭാഗവതം മുഴുവൻ വായിച്ചു തീർക്കും. അപ്പോൾ അതൊരു യജ്ഞമാണ് നമ്മുടെ. അതും ഒരു യജ്ഞമാണ്. ഭാഗവതം ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു തീർക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പ്രസാദം കിട്ടുന്ന ആ ഒരു യജ്ഞമാണ്. ആ യജ്ഞം നമ്മൾ എങ്ങനെ ചെയ്യുന്നു? അത് നമ്മൾക്ക് ഒന്നിച്ച് ഒരാളായിട്ട് ചെയ്യുക, കുറേ പേരെ വിളിച്ചുകൊണ്ട് ചെയ്യുക. പിന്നെ വലിയ ഭാഗവത സപ്താഹം നടക്കുന്നു അല്ലേ? അമ്പലങ്ങളിലൊക്കെ നടത്തുന്നു, വീടുകളിലും നടത്താറുണ്ട്. അതും ഒരു യജ്ഞമാണ്. അപ്പോൾ ഇവിടെ ദക്ഷനും യജ്ഞമാണ് ചെയ്തത്. അപ്പോൾ യജ്ഞങ്ങൾ നമുക്ക് നന്മ തരാൻ, ഭഗവാൻ നമ്മൾക്ക് അനുഗ്രഹം തരാൻ ഒക്കെ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യജ്ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഭഗവാന് നമ്മളുടെ പാപഫലങ്ങൾ ഇല്ലാതാക്കാൻ പറ്റുമോ? നമ്മളുടെ വിധി മാറ്റാൻ പറ്റുമോ എന്നാണ് നമ്മളുടെ വിധിയാണ് എല്ലാം കാരണം എന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലേ? നമ്മൾ എന്തെങ്കിലുമൊക്കെ ദോഷമായ കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വിധി എന്ന് പറയുന്നത് എല്ലാവർക്കും വ്യത്യസ്തമാണ് അല്ലേ? നമ്മൾ പറയാറില്ലേ, എന്തെങ്കിലും നമ്മൾ വളരെ കഷ്ടപ്പെട്ടിട്ടും ഒരു കാര്യം നമ്മുടെ സാധിച്ചില്ലെങ്കിൽ നമ്മൾ എന്താ പറയുക? ഒക്കെ വിധിയാണ്, ഇനി എന്ത് ചെയ്യാൻ അല്ലേ എന്ന് പറയാറുണ്ട് നമ്മൾ. അപ്പോൾ ദക്ഷന്റെ കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ദക്ഷന്റെ അഹങ്കാരം കൊണ്ടാണ് വിധി. അപ്പോൾ വിധി മാറ്റാൻ ഭഗവാന് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ, വിധി എന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം നമ്മൾ. എന്താണ് ഈ വിധി? വിധിയാണ്, തലയിലെഴുത്താണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ? പിന്നെ മുജ്ജമ്മ പാപമാണ് എന്നും നമ്മൾ പറയാറുണ്ട്. ചിലരൊക്കെ പറയും വിധിയാണ്, അതിനെ തടുക്കാൻ പറ്റില്ല എന്ന് പറയും. ചിലർ പറയും മുജ്ജന്മ പാപങ്ങളാണ്, അതിനെയും തടുക്കാൻ പറ്റില്ല എന്ന് പറയും. പിന്നെ ഇത് എന്തുകൊണ്ടാണ്? ഇപ്പം രാത്രി വരുന്നു, പകൽ വരുന്നു, അതുപോലെയാണ് എന്ന് ചിലരൊക്കെ പറയും. അപ്പോൾ ഈശ്വരൻ വിചാരിച്ചാൽ നമ്മുടെ വിധി മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ദക്ഷന്റെ വിധി മാറ്റി കൊടുത്തു ഭഗവാൻ. എങ്ങനെയാണ്? ആദ്യം ഒരു
കാര്യങ്ങളൊക്കെ കുറേ അനുഭവിച്ചു. അത് കഴിഞ്ഞ് എന്തായി? നല്ലതായി. ഭഗവാനെ ഭജിച്ചപ്പോൾ അടുത്ത ജന്മത്തിൽ നല്ലതായി വന്നു. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ വിധി നമ്മുടെ മാറ്റണമെങ്കിൽ അതിനുള്ള സഹായങ്ങളാണ് ചെയ്തത്. നേരത്തെ ദക്ഷന്റെ യാഗം കേടുവന്നു പോയി, അഹങ്കാരത്തോടു കൂടി ചെയ്ത യാഗമായതുകൊണ്ട് നമ്മളും അഹങ്കാരത്തോടു കൂടി ഭഗവാന് വേണ്ടി വല്ലതൊക്കെ ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ അമ്പലങ്ങളിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഞാനാണ് ചെയ്തതെന്ന് 4 ആൾ അറിയാൻ വേണ്ടി പേരൊക്കെ എഴുതി വെക്കും, അല്ലെ? ബോർഡിലൊക്കെ പേരെഴുതി വെക്കും. അങ്ങനെ എല്ലാത്തിലും എഴുതി വെക്കുന്ന അങ്ങനത്തെയൊക്കെ ഒരു സ്വഭാവം നമ്മൾക്കൊക്കെ ഉണ്ട്, അല്ലേ? അതിനെയൊക്കെ തന്നെയാണ് അഹങ്കാരം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയൊന്നും അല്ലാതെ ചെയ്യുന്ന യജ്ഞങ്ങൾ വളരെ മനസ്സോടുകൂടി, ആദ്യം അഹങ്കാരത്തോടു കൂടി യജ്ഞം ചെയ്തു, അതെല്ലാം പൊളിഞ്ഞു പോയി. പിന്നെ എന്ത് ചെയ്തു? മനസ്സോടുകൂടി ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി യജ്ഞം ചെയ്തു. അപ്പൊ നമ്മളെപ്പോഴും ഒരു ചെറിയ വ്രതം എടുക്കുകയാണ്, നമ്മളൊരു ഏകാദശി വ്രതം എടുക്കുകയാണെങ്കിൽ പോലും നമുക്ക് പറ്റണ പോലെ നമ്മൾ ഭഗവാനെ വിളിക്കുന്നു. അതും ഒരു യജ്ഞമാണ്. അത് ചെയ്യുമ്പോൾ നമ്മൾ പറയില്ലേ, വ്രതങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആഹാരമൊക്കെ ഒരുപാട് കഴിക്കാതിരിക്കാൻ പറ്റുന്ന, അത് മാത്രമല്ല കാര്യം. നമ്മൾ വ്രതം എടുക്കുമ്പോൾ പട്ടിണി കിടന്നത് കൊണ്ട് മാത്രം വ്രതം പൂർണ്ണതയിലെത്തില്ല. ശാരീരികമായും മാനസികമായും നമ്മൾ വ്രതം നോക്കണം. മനസ്സിനെയാണ് പട്ടിണി കിടത്തേണ്ടത്. ശരീരത്തെക്കാൾ ഉപരി നമ്മൾ മനസ്സിന്റെ പട്ടിണിയാണ് നോക്കേണ്ടത്. മനസ്സിന്റെ പട്ടിണി പറഞ്ഞാൽ എന്താണ്? മനസ്സിൽ കണ്ട ചിന്തകൾ വരിക, മറ്റുള്ളവരോട് ദേഷ്യപ്പെടുക, നമ്മൾ വേണ്ടാത്ത ചിന്തകളിൽ കൊണ്ടുവരിക, ഇതൊക്കെ ഇല്ലാതാക്കി ആഹാരം നിങ്ങൾ കഴിച്ചാൽ കുറച്ച് ആഹാരം കഴിച്ചുകൊണ്ടും വ്രതം എടുക്കുക. പക്ഷെ മാനസിക ശുദ്ധി ഇല്ലാണ്ട് വ്രതം എടുത്തിട്ട് ഒരു കാര്യമില്ല എന്നാണ്. മനസ്സിന്റെ ശുദ്ധിയാണ് വ്രതത്തിൽ ഏറ്റവും പ്രധാനം. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് വെച്ചാൽ വിധി നമ്മുടെ മാറ്റാൻ യജ്ഞങ്ങൾക്കും തപസ്സുകൾക്കും വ്രതങ്ങൾക്കും കഴിയുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മൾ എന്താക്കി മാറ്റുകയാണ്? നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ വിധി തന്നെത്താനെ നമ്മൾ ജപം, ധ്യാനം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയും യജ്ഞം, അതുപോലെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾക്ക് പലതരത്തിലുള്ള വേണ്ടാത്ത ചിന്തകൾ, നെഗറ്റീവ് ചിന്തകളൊക്കെ വരും. നമ്മളൊരു സപ്താഹത്തിന് പോയി, നമ്മൾക്ക് അത് കേട്ടോണ്ടിരിക്കുമ്പോഴോ ആ ദിവസം മുഴുവൻ നമ്മുടെ എന്തായി മാറി? നമ്മൾ പുണ്യകർമ്മം ചെയ്ത പോലെയായി, ഇല്ലേ? അതുപോലെ വ്രതം എടുക്കുമ്പോഴും നമ്മൾ നാമം ചൊല്ലുക, അങ്ങനെയുള്ളതിലായിരിക്കണം ശ്രദ്ധിക്കേണ്ടത്. വെറുതെ പട്ടിണി കിടന്ന് വ്രതം മാത്രം എടുത്തുകൊണ്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾക്ക് ഫലം കിട്ടും എന്ന് പറയുകയാണ്. അപ്പൊ നമ്മുടെ വിധി മാറ്റാൻ ഈശ്വരന് കഴിയുമോ എന്ന് ചോദിച്ചാൽ, വിധിയിൽ മാറ്റങ്ങൾ വരുത്താൻ നമ്മൾ തന്നെയാണ്, നമ്മുടെ മനസ്സിനെയാണ് മാറ്റേണ്ടത്. നമ്മൾ പറയാറില്ലേ, പരിതസ്ഥിതി മാറ്റാൻ പറ്റില്ല, നമ്മളുടെ മനസ്ഥിതിയെ മാറ്റാം എന്ന് വെച്ചാൽ, ഇപ്പൊ എല്ലാ സ്ഥലത്തും റോഡിൽ നമ്മൾ എവിടെയെങ്കിലും പുറത്തു പോകുന്ന സമയത്ത് അവിടെ മുള്ളും കല്ലും എല്ലാം ഉണ്ടാവും. റോഡൊക്കെ ചിലപ്പോൾ മോശമൊക്കെ ആയിരിക്കും. പക്ഷെ അതൊക്കെ മാറ്റിയെടുത്തുകൊണ്ട് നമുക്ക് നടന്നു പോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ കാലിൽ ഒരു ചെരുപ്പിട്ടാൽ നമ്മൾക്ക് നടന്നു പോകാം സുഖമായിട്ട്. അപ്പൊ അങ്ങനെ അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അതുമാതിരി മഴ നമുക്ക് നിർത്താൻ പറ്റിയതാണോ? അല്ല. നമ്മളതിന് പരിഹാരമായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്താൽ മതി? ഒരു കുട ചൂടുകയോ അല്ലെങ്കിൽ ഒരു റെയിൻകോട്ട് ഇടുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അല്ലാതെ നമുക്ക് മഴയെ മാറ്റിയെടുക്കാൻ പറ്റില്ല. അതുപോലെ പുറത്തുള്ള ചൂടും തണുപ്പൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ റൂമിൽ ഒരു AC ഫിറ്റ് ചെയ്യുക, അല്ലേ? അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മുടെ മനസ്സിനെ നമ്മുടെ വിധിയെ മാറ്റാൻ എന്ത് ചെയ്യണം? വിധിയെ നമുക്ക് മാറ്റാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ മനസ്സ് മാറ്റിക്കഴിഞ്ഞാൽ, നമ്മൾ പരിതസ്ഥിതി മാറ്റിയില്ലെങ്കിലും മനസ്ഥിതി മാറ്റാം. അപ്പം നമ്മുടെ മനസ്സ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് അതൊരു ദുഃഖമായിട്ട് തോന്നില്ല. ഏത് പ്രതിസന്ധിയെയും നമുക്ക് വളരെ ലഘുവായിട്ട് പുഞ്ചിരിയോട് കൂടിയിട്ട് നേരിടാൻ പറ്റും. ശ്രീകൃഷ്ണന് അതായിരുന്നു. ശ്രീകൃഷ്ണനെ ജനിച്ചപ്പോൾ തൊട്ട് പ്രതിസന്ധികളായിരുന്നു, അല്ലേ? എന്തെല്ലാം പ്രതിസന്ധികളാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത്. ആ പ്രതിസന്ധികളെല്ലാം അദ്ദേഹം എങ്ങനെയാണ് നേരിട്ടത്? കരഞ്ഞുകൊണ്ടും ബഹളം വെച്ചുകൊണ്ടുമാണോ നേരിട്ടത്? അല്ല. അപ്പോൾ അങ്ങനെ പുഞ്ചിരിയോടുകൂടി നേരിടാൻ പറ്റും. അപ്പൊ നമ്മൾ സാധനങ്ങളെല്ലാം ചെയ്തുകൊണ്ട് നമ്മൾ നല്ലൊരു വിശാലമായ മനസ്സിന്റെ ഉടമയും ബുദ്ധി വർദ്ധിക്കുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഭാഗവതമൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ എത്ര നാമം ചൊല്ലുന്നുവോ, എന്തൊക്കെ ചെയ്യുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ ബുദ്ധി വികസിക്കും, നമ്മുടെ പേഴ്സണാലിറ്റി അതായത് വ്യക്തിത്വം വികസിക്കും. അങ്ങനെ നമ്മളൊരു നല്ല ഡെവലപ്ഡ് പേഴ്സണാലിറ്റിയിൽ എത്തും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തുണ്ടാവില്ല? അവർ പ്രതിസന്ധികൾ വന്നാൽ വളരെ കാമൻ ക്വയറ്റായിരിക്കും. പ്രതിസന്ധികൾ വന്നാൽ അതിനെ പുഞ്ചിരിയോടെ നേരിടും. അതുപോലെ മറ്റുള്ളവരോട് പരാതികൾ പറയില്ല, വളരെ സൈലന്റ് ആയിരിക്കും. അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥ, എപ്പോഴും സന്തോഷവാനായിരിക്കും. അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ബ്രഹ്മജ്ഞാനം എന്നൊക്കെ പറയും. സച്ചിദാനന്ദം എന്ന് പറയും. സച്ചിത് ആനന്ദം എന്ന് പറഞ്ഞാൽ നല്ല
മനസ്സോട് കൂടിയ ചിത്തുവർണ്ണ മനസ്സല്ലേ, നല്ല മനസ്സ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആനന്ദമാണ്. മനസ്സിൽ ചളി പറ്റുമ്പോഴാണ് നമ്മൾ എത്രത്തോളം ശരീരം വൃത്തിയാക്കണോ അതിനേക്കാൾ ഉപരി നമ്മൾ മനസ്സിനെ വൃത്തിയാക്കണം എന്നാ പറയുക. മനസ്സിനെ വൃത്തിയാക്കാനാണ് പ്രയാസം. ശരീരം ഒരു സോപ്പിട്ട് കഴുകിയാൽ അതിൻ്റെ ചളി പോയി. പക്ഷേ മനസ്സിൻ്റെ ചളി കളയാൻ വളരെ പ്രയാസമാണ്. അതിനാണ് നമ്മൾ ജപം, ധ്യാനം, വ്രതങ്ങള്, യജ്ഞങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ യജ്ഞം യജ്ഞങ്ങൾ എപ്പോഴും മുമ്പൊക്കെ ധാരാളം യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ യാഗങ്ങളും യജ്ഞങ്ങളും കൊണ്ട് എന്താണ് ഫലം? അതിൽ പങ്കെടുക്കുന്ന മനുഷ്യരുടെ മനസ്സ് നന്നാവുക. ആ മനസ്സ് നന്നായി മനസ്സ് സച്ചിദാനന്ദത്തിൽ എത്തിക്കഴിഞ്ഞാലോ പിന്നെ നമ്മുടെ വിധി മാറും. അപ്പൊ അതാണ് നമ്മുടെ വിധി മാറുന്നത്. പിന്നെ നമ്മൾ നല്ല കാര്യങ്ങളെ ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മത്തിന്റെ പ്രതിഫലമാണ് നമുക്ക് മോശമായിട്ട് തിരിച്ചു തരുന്നത്. ഇവിടെ ദക്ഷൻ ചെയ്ത മോശമായ കാര്യം എന്തായിരുന്നു? അഹങ്കരിച്ചു, ശിവനെ നിന്ദിച്ചു. നമ്മൾ സാധാരണ അങ്ങനെ ചെയ്യുന്നവരാണ്. നമ്മൾ ഒരാള് മോശമായി വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു വില കുറഞ്ഞ വസ്ത്രം ധരിച്ചവരെ പോലും നമ്മൾ എന്ത് ചെയ്യും? പരിഹസിക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ ബാഹ്യമോടിയിലാണല്ലോ എല്ലാവർക്കും. ഇപ്പോൾ ബാഹ്യമായ ആഡംബരങ്ങളിലാണല്ലോ താല്പര്യം. ഉള്ളിലെന്താ ഏതെന്നൊന്നും അല്ല നോക്കുന്നത്. ഒരു മനുഷ്യന്റെ സ്വഭാവമല്ല നോക്കുന്നത്, പുറമേയുള്ള ആ കാര്യം ആണ് നോക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ദക്ഷൻ അങ്ങനെയാണ് ശിവനെ അപമാനിച്ചത്. ശിവനെ അപമാനിച്ചു, പിന്നെ തൻ്റെ മകളെ അപമാനിച്ചു, അതുമൂലം മകള് മരിച്ചു. അപ്പൊ ഇത്രയും കർമ്മഫലങ്ങളാണ് ഉണ്ടായിരുന്നത്. നോക്കൂ, അതൊക്കെ നിഷ്പ്രയാസം മാറ്റിയെടുക്കാൻ സാധിച്ചു. എങ്ങനെ മാറ്റിയെടുക്കാൻ സാധിച്ചു? പ്രായശ്ചിത്തം കൊണ്ടും അതുപോലെ ഭഗവാന്റെ ഭജനത്തിലൂടെ. ഇപ്പൊ ശിവനെ പോയി കണ്ടു, അങ്ങനെ ആ ഭഗവാനെ ഭജിച്ചു, അങ്ങനെ കാര്യം അദ്ദേഹം ശരിയാക്കി, എന്നിട്ട് വിധി മാറി. അപ്പൊ നമ്മളും അതുപോലെ നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള ദോഷഫലങ്ങളോ ഈ ജന്മത്തിലോ കഴിഞ്ഞ ജന്മത്തിലോ നമ്മൾ എന്തെങ്കിലുമൊക്കെ പാപഫലങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ ഇല്ലാതാക്കണമെങ്കിൽ നമുക്ക് സാധിക്കും. എങ്ങനെ? അപ്പൊ ഭഗവാൻ ഇങ്ങനെ നമ്മുടെ വിധി മാറ്റുന്നു. നമ്മൾ ഈ ഭാഗവതത്തിൽ പറഞ്ഞതുപോലെയും ഭഗവത്ഗീതയിൽ പറഞ്ഞതുപോലെയും ഒക്കെ നമ്മൾ നടക്കുക. അതുപോലെ നമ്മൾ അനുകരിച്ചു കൊണ്ടിരിക്കുക. അതിനെ അനുകരിക്കണം. അതുപോലെ രാമായണം എല്ലാം അങ്ങനെ തന്നെ. അപ്പൊ അതിലൂടെ നമ്മൾ അതൊക്കെ വായിച്ച് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ വിധി നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റും. ഭഗവാൻ നമ്മുടെ വിധി എന്താക്കി മാറ്റും? നല്ലതാക്കി മാറ്റും. എങ്ങനെ ചെയ്യണം? നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞ പോലെയൊക്കെ നമ്മൾ ചെയ്യണം. ഭഗവാൻ എന്തൊക്കെയാണോ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അതെല്ലാം നമ്മൾ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്തു നോക്കിയാൽ നമ്മൾക്കും നമ്മുടെ പാപഫലങ്ങളിൽ നിന്ന് മുക്തി നേടി നമ്മൾക്കും സച്ചിദാനന്ദത്തിലെത്താം, സന്തോഷമായിരിക്കാം. സച്ചിദാനന്ദത്തിലെത്തുക എന്ന് പറഞ്ഞാൽ പരിപൂർണമായി നമ്മൾ സന്തോഷത്തിലിരിക്കുക. നമ്മൾക്ക് എപ്പോഴും പ്രസന്നവദനത്തോടു കൂടി ഇരിക്കാൻ കഴിയുക. ഏത് പ്രതിസന്ധിയിലും പുഞ്ചിരിയോടുകൂടി ഇരിക്കാൻ കഴിയുക. ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല, എങ്കിലും നമ്മൾ ശ്രമിച്ചു നോക്കിയാൽ നമ്മുടെ വിധി നമുക്ക് തന്നെ മാറ്റിയെടുക്കാം. ഇത്രയും വായിച്ചതിലുള്ള കാര്യങ്ങൾ